ഞങ്ങള് അങ്ങോട്ട് വല വലിക്കുകയാണ്. നല്ല റിസ്ക് ആട്ടാ. വല അങ്ങോട്ട് ഉള്ളിലോട്ട് വലിക്കും. കണ്ടില്ലേ? നമ്മൾ മണ്ണിലിങ്ങനെ വെച്ചാൽ ഞാൻ മുന്നിട്ടിരുന്നു. അതാണ് നമ്മളെ ഇതെന്ന് പറയുന്ന സാധനം. എന്താണ്? കടൽ പൊയ്യാന്. അപ്പം അദ്ദേഹം ആ വലട്ട് നേരെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. ജീവിതങ്ങളാണ്. സുഹൃത്തുക്കളെ, വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ പിടുത്തം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇത് നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും അനുകരിക്കാനുള്ളതല്ല. കാരണം വെച്ചാൽ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടൽപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം തിരമാലയിലൊക്കെ ഇത് കയറി വരാണ്ട് ഉള്ളോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കുറച്ച് കണ്ടോളി. ഞാൻ എന്തായാലും വിവരിച്ച് തരുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി എങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ മീൻ പിടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആണ്, കാണാൻ പറ്റും. കാവി പിടിക്കൂലേ? അപ്പം അദ്ദേഹം ആ വലട്ട് നേരെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. ജീവിതങ്ങളാണ്. സുബൈക്ക് തുടങ്ങും ഇങ്ങനെയുള്ള വലകൾ കൊണ്ടുവന്നാണ്ട്
കടലിലേക്ക്. കുറച്ച് റിസ്ക്കാണ്, കുറച്ചുള്ളിൽ കൊണ്ടുപോയിട്ട് ഇടും. എന്നിട്ട് അതിൽ ഈ ഓടിപ്പോകുന്ന മീനുകളൊക്കെ വലയിൽ കുടുങ്ങും. വല അവിടെ കുത്തിയൊന്നും വെക്കൂല, അങ്ങനെ പരത്തി അങ്ങോട്ട് ഇടുക ചെയ്യുക, നീളത്തിൽ അങ്ങോട്ട് ഇടും. ഇതാ വല ഈ ഭാഗത്തൊക്കെ വല എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വല ഇങ്ങനെ ഒഴുകി പോവും. അപ്പോൾ വലൻ്റെ കൂടെ ഈ കയറ് പിടിച്ചിട്ട് അങ്ങനെ വരും പോവും. അപ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള ചെറിയ മീനുകളായിട്ടുള്ള മീനുകളൊക്കെ ഇങ്ങനെ കിട്ടും. ഞണ്ട് അതേപോലെ നമ്മുടെ ഈ മാന്തൾ എന്ന് പറയും, അതുപോലെ നമ്മുടെ തിണ്ട, അതുപോലെ കടൽ പൂയ്യെന്ന് പറയും, കടൽ പൂയ്യേന് കടൽ വായപ്പോത്തി എന്നൊക്കെ പറയും. അത് അങ്ങനെ കടലത്തെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കും. ചെറിയ മീനുകൾ. അയലാമത്തി ഒന്നും കൊടുക്കൂല കേട്ടോ. അയലാമത്തി കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടി ഉള്ളോട്ട് പോകണം, അപ്പോൾ കിട്ടും. ഇവിടെ ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു മീൻപിടുത്താട്ടം വ്യത്യസ്തമായിട്ടുള്ള. കാരണം വെച്ചാൽ ഇത് വലിയ ചിലവൊന്നുമില്ല, ഈ വല വാങ്ങാനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ, തോണി പോലും ഇല്ല കേട്ടോ. പക്ഷേ റിസ്ക്കാണ്, അപകടം പിടിച്ച പണിയാണ്. കാരണം അധികം ആയല്ലോടത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു പണിയാട്ടോ. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഈ ബൈക്ക് ഇറങ്ങരുത്, ഈ പരിപാടി ചെയ്യരുത്, പണി കിട്ടും. അങ്ങനെ കടലിൽ ഇറങ്ങിയിട്ട് ഒരു ഇതും ഇല്ലാതെ, സേഫ്റ്റി ഇല്ലാതെ കടലിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുന്ന രീതിയാണിത്. കടൽ നല്ല, കാരണം ജൂലൈ മാസമാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടൽ കലിയാണ്, കലിപ്പിൻ്റെ സമയമാണ്. അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നത് നോക്കണ്ട, പെട്ടെന്നായിരിക്കും വെള്ളം അങ്ങോട്ട് കൂടി വരിക കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ ചക്ക എന്നുണ്ട്, കടലിലൂടെ ഒഴുകി വന്ന ചക്ക. എനിക്കൊരോ ചക്കരോ എടോ, എനിക്കൊരോ ചക്കരോ, എന്തോടെ ഇങ്ങനെ എവിടെയൊക്കെ പോയി നിൽക്കുന്നത്? കുറെ ചക്ക കഥാടോ. ഞാൻ വന്നോണ്ട് പിണങ്ങി പോയതാ. ഞാൻ പോവാട്ടോ. ഞാൻ പോയപ്പോൾ ഒരാൾ വന്ന് നല്ല ചക്ക നല്ല ചാപ്പാടിക്കുന്നുണ്ട്. ആ വീണ മരം നല്ലൊരു സീനറായി മാറുന്നു കേട്ടോ. നല്ല ആ വീണ മരം, അവിടെ വന്നടിഞ്ഞ മരം മുന്നേ വീഡിയോയിലിട്ട ഇതുണ്ടോ, ചക്ക നല്ലോണം ചാപ്പാടിക്കുന്നു. ഞാനിട്ട് പോകുന്ന പാട് ഒരാളൊറ്റക്കാണ്, ആൾക്കാരുണ്ടായിരുന്നു. അലയിട്ട് ഏകദേശം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കുറേ ഞാൻ അവിടെ നിൽക്കുന്നതിനും കുറേ ലോങ് കൊണ്ടുവന്നു. അല്ലങ്ങനെ പോവും. മല വലിഞ്ഞു പോകുമ്പോൾ അതിനനുസരിച്ച് കയറ് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കാം. ചിലപ്പോൾ ഉള്ളോട്ട് വലിയും, ചിലപ്പോൾ അങ്ങോട്ട് വലിയും, ഇങ്ങോട്ട് വലിയും. അതിനനുസരിച്ച് നമ്മൾ നീക്കി കൊടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇതുമ്പോൾ അങ്ങനെ പോകും. എന്നിട്ടത് വലിക്കും. അപ്പം അതിൽ മീനുണ്ടെങ്കിൽ അതെടുക്കും, പിന്നെ ഇതുപോലെ ചെയ്യും. റിസ്ക് കൂടുതലാണ്, കാരണം ഒരു വല ഇടാൻ തന്നെ അരമണിക്കൂർ വേണം. നമുക്ക് വീശി വല ആണെങ്കിൽ അരമണിക്കൂറിൽ നമുക്കൊരു 50 വല വീശാം. ഞങ്ങൾ അങ്ങോട്ട് വല വലിക്കുകയാണ്, നല്ല റിസ്ക് ആട്ടാ. വല അങ്ങോട്ട് ഉള്ളിലോട്ട് വലിക്കും. ഇവിടുന്ന് കയറ് വെച്ചിട്ട് അങ്ങോട്ട് പോവാതെ പരമാവധി ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഇങ്ങോട്ട് പോയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വല കിടന്ന് കളിക്കും. അപ്പം അതിനനുസരിച്ച് കളിക്കുകയാണ് നമ്മൾ. ഇതാണ് ഇവിടുന്നുള്ള തിരമാല മറയണുണ്ടെങ്കിൽ അത്രയും ഭയങ്കര തിരമാലയാണ്. പക്ഷെ വെള്ളം ഇറക്കത്തിനേ നടക്കുള്ളൂ, വെള്ളം കയറ്റത്തിന് ഇത് അങ്ങനെ നടക്കൂല. അതും അതിരാവിലെ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും കൂട്ടാൻ മീനെങ്കിലൊക്കെ ഒപ്പിക്കാൻ പറ്റും. കാരണം ഇതൊക്കെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളികളാണ്. അപ്പോൾ അവിടെ അവർ നിൽക്കുന്ന ഭാഗത്ത് അവിടെ കുറച്ച് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. കാരണം മഴ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ മണ്ണ് വന്ന് അടിയും. ഇപ്പം എന്തായാലും ഒരു വലി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വലി തുടങ്ങിയിട്ടുണ്ട്. അത് മൊത്തം വലിച്ചെടുക്കുകയാണ്. ഏതായാലും നോക്കുകയാണ്. കുറച്ച് നേരം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും ഇവരെ വലിച്ചെടുക്കുകയാണ്. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒന്നും കൂടി ഇടും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകും. അതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. കാരണം അധ്വാനം കേട്ടോ. ഇതിന്ന് ചിലപ്പോൾ കിട്ടിയിട്ട് വേണം മൂപ്പർ അത് കച്ചവടം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ. മെനക്കെട്ടാലേ കിട്ടുള്ളൂ. കടൽപ്പണി അങ്ങനെയാണ്, നല്ല അധ്വാനം. അപ്പോൾ ഈ സമയത്ത് വരാനുള്ളൊരു സംഭവം ചേറ്. ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് എനിക്ക് ചേറ് വന്നിട്ടുണ്ടോ എന്നൊരു സംഭവം. ചേറ് എന്ന് ഞങ്ങൾ പറയും. അതായത് വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ട് കിടക്കും. അതേപോലെ വെള്ളം കടൽ ശാന്തമായിട്ട് കിടക്കും. കടൽ ശാന്തമായി, കടൽ ഇതേപോലെ കടലൊക്കെ ഉണ്ടാവില്ല, കടൽ കുറയും. അപ്പോൾ അതിന് നമ്മൾ ചേറ് എന്ന് പറയും. വെള്ളം അങ്ങോട്ട് കയറി വരുന്നുണ്ട്. കാൽമ തട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് കയറി. ഇതല്ല
ആ വല എത്തിയിട്ടുണ്ട്. വല വലിച്ചു നോക്കിട്ടാ ഏകദേശം ചേറ് വരാനായ മാതിരി സംശയം ഉണ്ട് കേട്ടോ. അടുത്ത കാലത്ത് എങ്ങനെ അതിൽ മീനൊന്നും കാണുക. ആ ഒരു മീൻ കേട്ടോ, ഒന്നുണ്ട്, ഒരു മീനുണ്ട്. അതുപോലെ നമുക്ക് നോക്കാം. അതുപോലെ വേസ്റ്റുകളെ കണ്ടമാനം കൊടുക്കും. ആകെപ്പോൾ ഒരു മീനാ കണ്ടത്. ഒരു ഞണ്ടുണ്ട് കേട്ടോ, ഒരു ഞണ്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഒരു ഞണ്ടുണ്ട്. ഇതുണ്ടോ, ഇത്ര നേരത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഒരു ഞണ്ട്, രണ്ട് ഞണ്ട്, കടൽ ഞണ്ടാട്ടോ. സാധാരണ നമ്മളെ പുഴഞ്ഞണ്ടല്ല, കടൽ ഞണ്ട്. 3 പുള്ളി ഉണ്ടാവും സാധനത്തിന്, ഞണ്ടിന് കേട്ടോ. കടൽ പൂയാനാട്ടത്. ഇതുണ്ട്, അത്യാവശ്യം നല്ല രസമുള്ള മീനാണ്, ടേസ്റ്റി മീനാണ്. നിങ്ങൾ കണ്ടുണ്ടാവും, നിങ്ങൾ മീൻകാരൊക്കെ കൊണ്ടുവരുമ്പോൾ കണ്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മീനാണ്, എപ്പോഴും കിട്ടുന്നൊരു മീനാണ് അല്ലേ. നമ്മൾ മണ്ണിലിങ്ങനെ വെച്ചാൽ ഞാൻ മുന്നിട്ടിരുന്നു. ഇതാണ് നമ്മളെ ഇതെന്ന് പറയുന്ന സാധനം. എന്താണ് കടൽ പൂയേന്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം ചാവൂല. ചാവാതെ മണ്ണിൽ കുഴിച്ചിട്ട് അതിന് മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഒന്ന് എന്താ പറയുക, ഉണങ്ങ പോലും ഇല്ല. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വീട്ടിൽ കൊണ്ടുവരാം. അടുത്ത ഞണ്ടുണ്ടാ. അങ്ങനെ 3 ഞണ്ടുണ്ട്, ഒരു പുയ്യാനുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ കുടുങ്ങി കഴിഞ്ഞാലാണ് നമ്മൾ വല പൊട്ടിക്കല്ല, വേറെ രക്ഷയില്ല. കാരണം ഇവരെന്നെ വല കുറേ പൊട്ടിച്ചിട്ടുണ്ടാവും, ബാക്കി നമ്മളും പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഇത് കണ്ടോ, ഞണ്ടുണ്ടല്ലേ അത്യാവശ്യം. കടലാ, എനിക്ക് തോന്നണേ നമ്മള് മറ്റേ ഇത് വരാനായിക്കണെന്ന്. എന്ത്, നമ്മളെ കടലിങ്ങനെ ഇളകാതെ നിൽക്കുമല്ലോ, ചേറ് അല്ല, ചേറിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇതിലിട്ടത് മൂട അങ്ങനെ തന്നെ. എന്തായാലും അടുത്ത വല മുപ്പിലിടാൻ പോകട്ടോ. എന്തായാലും വീഡിയോ ഉണ്ടല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഷെയറൊക്കെ ചെയ്ത് ഷെയറാക്കാം. അതിന് വരെ എന്തായാലും കാണുന്നവരൊക്കെ ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ. ഒരു ലൈക്ക് കൊണ്ടെങ്കിലും നമ്മളെ നോവിക്കുക.